നമസ്കാരം. എൻ്റെ പേര് രശ്മി. ഞാൻ എസ്.വി.ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. ഞാനിന്ന് നിങ്ങൾക്ക് മുന്നേ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിർച്വൽ ഓട്ടിസത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഓട്ടിസം എന്താണ് എന്നുള്ളത്. നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന ആ ഒരു കണ്ടീഷനാണ് ഓട്ടിസം. ബ്രെയിൻ ഡെവലപ്മെൻറ്റിൽ ബാധിക്കുന്ന ആ ഒരു കണ്ടീഷൻ. അതിൽ പല രീതിയിലുള്ള ഡിഫിക്കൽട്ടീസ് ആ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള കുഞ്ഞുങ്ങൾക്ക് അഫക്റ്റഡ് ആയിരിക്കും. അത് കുറേ പേർക്കൊക്കെ അറിയാം എന്തൊക്കെയാണ് ആ ഡിഫിക്കൽട്ടീസ് എന്നുള്ളത്. പക്ഷേ ഈ വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിൽ സ്ക്രീൻ ടൈം എത്രത്തോളം അവർ ഓവർ യൂസ് ചെയ്യുന്നു അതുകൊണ്ട് ഉണ്ടാവുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. ഈ വെർച്വൽ ഓട്ടിസം സിമിലർ ആണ് ഓട്ടിസവും. പക്ഷേ നമ്മൾ സ്ക്രീൻ ടൈം കൂടുതൽ കൊടുക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ആ ഒരു കണ്ടീഷനെ നമ്മൾ വെർച്വൽ ഓട്ടിസം എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ വെർച്വൽ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളിൽ ചില കാര്യങ്ങളിൽ അവർക്ക് ഡിലേ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് അവരുടെ പഠനത്തിൽ, അതായത് ലേണിംഗ് ഡിഫിക്കൽറ്റിയിൽ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ അവരുടെ ഇമോഷണൽ ഇംബാലൻസ് ആയിരിക്കും. അവർക്ക് വിഷമം, ദേഷ്യം അങ്ങനത്തെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി അവർക്ക് കുറവായിരിക്കും. പിന്നെ ടെമ്പർ ടാൻട്രം, അതായത് പിടിവാശി. ഇവരിൽ നമ്മളിപ്പോൾ ഫോണ് അവിടെ നിന്ന് മേടിക്കുവാണെങ്കിൽ അവർക്ക് അതിലേറെ ദേഷ്യവും വാശിയും കൂടാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. നമ്മൾ പറയുന്നത് അനുസരിക്കാനുള്ള ബുദ്ധിമുട്ട് അവർക്ക് കാണും. അതുപോലെ തന്നെ അറ്റൻഷൻ സ്പാൻ കുറവായിരിക്കും. അതായത് പഠിത്തത്തിലായിരുന്നാലും ഒരു കോമ്പറ്റീഷനിലായിരുന്നാലും അവർക്ക് അത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് കുറവായിരിക്കും. മാത്രമല്ല ഒരു പ്രോബ്ലം സോൾവിങ് ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ക്ഷമയോടെ ഇരുന്ന് ചെയ്ത് അത് കറക്റ്റ് ആക്കാനുള്ള ആ ഒരു മൈൻഡ് ലെവലും അവർക്ക് വളരെയധികം കുറവ് തന്നെയായിരിക്കും. പിന്നീടുള്ളത് ഇവർ ഒരു റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കത്തില്ല. അതായത് ബിഹേവിയറൽ ഇഷ്യൂസ് ഇവർക്ക് വളരെയധികം കൂടുതലായിട്ടും ഈ വെർച്വൽ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളിൽ നമുക്ക് കണ്ടുവരാവുന്നതാണ്. അതായത് ഒരു അനുസരണ കുറവ്. നമ്മളിപ്പോൾ ഒന്ന് പറഞ്ഞാൽ അവരത് ഓപ്പോസിഷനായിട്ട് ബിഹേവ് ചെയ്യുക, പറ്റില്ല എന്ന് പറയുക, ദേഷ്യം കാണിക്കുക, അവർ ചിന്തിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി കുറവായിട്ട് തന്നെ നമുക്ക് വിർച്വൽ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളിൽ കാണാം. ഈ വിർച്വൽ ഓട്ടിസം അഫക്റ്റഡ് ആവുന്നത് 3 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളാണ് നമ്മൾ കൂടുതൽ കണ്ടുവരുന്നതും. കാരണം ആ ഏജ് ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങളാണ് കൂടുതലായിട്ടും ഇപ്പോൾ നമുക്ക് മൊബൈൽ അഡിക്റ്റഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്പീച്ച് ഡിലേ, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം അങ്ങനത്തെ കാര്യങ്ങളും കണ്ടുവരാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കൊടുക്കുന്ന ഗാഡ്ജറ്റ്സ്, അതിപ്പോൾ ടാബ് ആയിക്കോട്ടെ, മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, ഇതെല്ലാം ആ ഒരു വിർച്വൽ ഓട്ടിസത്തിലേക്ക് പോകാനുള്ള വഴി നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴും ഇപ്പോൾ ഫോൺ കൊടുക്കുന്ന പ്രവണത സ്റ്റിൽ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കുറയ്ക്കുക. 6 months മുതൽ അപ് ടു 3 years വരെയാണ് കുഞ്ഞുങ്ങളിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. ആ ടൈമിൽ നമ്മൾ കഴിവതും ഈ വിഷ്വലൈസേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കൂടുതലും സ്ക്രീൻ ടൈം പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കുഞ്ഞുങ്ങളിൽ കൊടുക്കാതിരിക്കുക. ഇവരെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്ന് ചോദിക്കുവാണെങ്കിൽ കൂടുതൽ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇവർക്ക് കൊടുക്കാം. അതിപ്പോൾ ടെമ്പർ ടാൻട്രം ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ അവരുടെ എനർജി ബേൺ ഔട്ട് ആക്കി കൊടുക്കാനുള്ള എന്തൊക്കെയാണ് ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അതായത് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഫുട്ബോൾ, അതുപോലെ തന്നെ ഇൻഡോർ ഗെയിംസ് ആയിട്ടുള്ള ക്യാരംസ്, ചെസ്സ്, അങ്ങനത്തെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കൂടുതലായിട്ടുള്ള ഗെയിംസുകൾ നമ്മൾ കളിപ്പിക്കുക. അതുവഴി നമുക്ക് വേറൊരു കാര്യം കൂടി കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ടേണിങ്സ്, അതായത് അവർ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുമ്പോൾ ആണെങ്കിൽ 2 പേര് ഇരുന്ന് കളിക്കുകയാണെങ്കിൽ അവനുള്ള ടേണിങ് വരുമ്പോഴാണ് അവന് കളിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ടേണിങ്സ് പഠിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ക്ഷമ എന്ന് പറയുന്ന കാര്യം, നമുക്ക് ആ ടേണിങ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, അത് ക്ഷമയോടെ നമ്മൾ ഇരിക്കണം എന്നുള്ളത്. ആ ഒരു രീതിയിലെല്ലാം നമുക്ക് കുഞ്ഞുങ്ങളിൽ കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഇതുപോലത്തെ ആക്ടിവിറ്റീസ് നമുക്ക് കുഞ്ഞുങ്ങളിൽ കൊടുക്കുക. അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ യൂസ് ചെയ്ത് കളിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ടും അവർക്ക് എൻകറേജ് ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ഫെയിലുവർ എന്നുള്ളൊരു കാര്യം നമ്മൾ കൂടുതലായിട്ടും നമുക്ക് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു കാര്യത്തിൽ തോറ്റു, അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുക, പിന്നീട് അതുപോലുള്ള കോമ്പറ്റീഷൻസ് അങ്ങനത്തെ കാര്യങ്ങളിൽ പങ്കെടുക്കാതിരിക്കുക. അപ്പോൾ ഇതെല്ലാം അവരുടെ ബിഹേവിയറിൽ തന്നെ ചേഞ്ചസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഫെയിലുവർ എങ്ങനെയാണ് നമ്മൾ
നമ്മൾ എടുക്കേണ്ടത്, അക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. പാരൻസ് കൂടുതലായിട്ടും കുഞ്ഞുങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങളോട് ഓപ്പൺ അപ്പായിട്ട് ചോദിക്കണം. അവരുടെ കാര്യങ്ങൾ, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഫുള്ളും നമ്മൾ പാരൻസ് ടൈം എടുത്ത് അവർ കേൾക്കേണ്ടതും വളരെ അധികം അത്യാവശ്യമാണ്. അപ്പോൾ വളരെ കുറച്ച് കാര്യമാണ് വിർച്വൽ ഓട്ടിസത്തിനെ കുറിച്ച് പറഞ്ഞത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.